2024 സെപ്റ്റംബറിൽ ഇവേയിൽ ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരനായ ഒരു ജീവനക്കാരൻ അമിത ജോലിഭാരം കാരണം മരിച്ച സംഭവം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിരുന്നല്ലോ. 26-കാരിയായ അന്ന സെബാസ്റ്റ്യന്റെ ദാരുണമായ കേസ് ഇവേയുടെ ചില രീതികളിലേക്ക് മാത്രമല്ല, ഇന്ത്യയിൽ അമിത ജോലിഭാരം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഈ സംഭവം പൊതുജനങ്ങളുടെ ഓർമ്മയിൽ നിന്ന് തന്നെ മാഞ്ഞുപോയി. മൾട്ടിനാഷണൽ സ്ഥാപനമായ ലാൻസൺ ആൻഡ് ട്രൂബോയുടെ ചെയർപേഴ്സൺ ഞായറാഴ്ചകളിൽ ഉൾപ്പെടെ ആഴ്ചയിൽ 90 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് വാദിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച വിഷയം വീണ്ടും പ്രാധാന്യം നേടിയിരിക്കുകയാണ്. ഞായറാഴ്ചകളിലും നിങ്ങളെ ജോലി ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സന്തോഷമാകും. വീട്ടിലിരുന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എത്ര നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ തുറച്ചു നോക്കിയിരിക്കാൻ പറ്റും? ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിൽ L&T മേധാവി സുബ്രഹ്മണ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ശതകോടീശ്വരനായ മസ്ക് പോലും വിശ്വസിക്കുന്നത് വിജയം നേടണമെങ്കിൽ ഒരാൾ നരകിച്ച് പണിയെടുക്കണമെന്നാണ്. എല്ലാ ആഴ്ചയും 80 മുതൽ 100 മണിക്കൂർ വരെ നാം ചെലവഴിക്കേണ്ടതുണ്ടെന്ന് 2010 ഒരു അഭിമുഖത്തിൽ മസ്ക് പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഒരു വർഷമെങ്കിലും എടുത്തേക്കാമെന്നാണ് മസ്കിന്റെ അഭിപ്രായം.